ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ഫ്രൂട്ട് സാലഡാണ്. നമ്മളിന്ന് ഉമ്മാൻ്റെ കൂടെയാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യത്തെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് റോബസ്റ്റ് പഴവും ആപ്പിളും അനാറും പിന്നെ കുരുല്ലാത്ത നല്ല മധുരമുള്ള മുന്തിരിയും പിന്നെ കസ്റ്റാർഡ് പൗഡറും ഒരു മിൽക്കുമാണ്. അപ്പോൾ ഉമ്മാൻ്റെ രീതിക്ക് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സുകളും ചെറിയ കഷ്ണങ്ങളാക്കി ഈ ബൗളിലേക്ക് ഇടുക. ഇനി ഈ പാത്രത്തിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് നല്ലോണം തിളപ്പിക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്ത് ഒരു ബൗളിലേക്ക് ഇടുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കട്ടല്ലാതെ നല്ലോണം ഇളക്കി മിക്സ് ആക്കണം. അപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അലിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലോണം അലിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു 10 മിനിറ്റ് തണുക്കട്ടെ. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുന്നേ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞു. ഇനി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.